ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലായ ഇക്രൂസ് പെറ്റ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കണൂടെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മൾ പഴയ 2 ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടായിരുന്നു. നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. കാരണം മീനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കുറവായിരുന്നുകൊണ്ട് നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യാതെ വെച്ചിരുന്ന ഫ്രിഡ്ജ് ബോക്സാണ്. അതിലൊരെണ്ണം നമ്മളിപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അതിലേക്കാണ് പുതിയതായിട്ട് നമ്മൾ എടുക്കുന്ന മോൺസ്റ്റർ ഫിഷിനെ ഇടാനുള്ളത്. കാരണം നമ്മുടെ പുലിവാഹയുടെ ടാങ്കിലേക്ക് കൊണ്ടുവരുന്നതേ ഡയറക്റ്റ് കൊണ്ട് ഇറക്കി ഇടാൻ പറ്റില്ല. കാരണം ആദ്യം നമ്മൾ അതിനൊന്ന് ആൻഫീഡ് ചെയ്തൊന്ന് ചെറിയ ട്രെയിൻ ചെയ്ത് എടുക്കണം. അതുമാത്രമല്ല, പുലിവാഹയുടെ അത്രയും സൈസ് ഇല്ല. അപ്പോൾ ചിലപ്പോൾ പുലിവാഹ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ആദ്യം ഇടുന്നത്. അതുപോലെ ഇതിലേക്ക് നമ്മൾ വേറൊരു മീൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ കിടക്കുന്ന മീനാണ്. അപ്പോൾ ഒരുപാട് ബ്രീഡായി കിടക്കുന്നതുകൊണ്ട് അതിൽ കിടക്കുന്ന ടാങ്കിന് തീരെ സൈസ് പോരാ. അതുകൊണ്ടാണ് നമ്മൾ ഇതും കൂടെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക് ഇറക്കിയ വെള്ളം ഇടാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ മുഴുവൻ ഹോളും അകത്തെല്ലാം പൊട്ടിയിരിക്കുകയാണ്. കുറേ കാലമായിട്ട് യൂസ് ചെയ്യാതിരുന്നുകൊണ്ട് മുഴുവൻ നശിച്ചുപോയി. അപ്പോൾ ഇതിലേക്ക് പുതിയ പ്ലാസ്റ്റിക്കൊക്കെ ഇറക്കി നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ മീനുകളും നമ്മുടെ പുലിവാഹയുടെ പൂണ്ട്, ഗപ്പി, അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതാണ് നമ്മൾ കൊണ്ടുവരുന്ന മോൺസ്റ്റർ ഫിഷിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്ക്. ഇതിൽ നമ്മൾ വെള്ളമൊക്കെ ഇട്ട് നേരത്തെ തന്നെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോവുകയാണ് മീൻ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ 42 കിലോമീറ്ററോളം ദൂരെ കോട്ടയത്ത് ചെന്നിട്ടാണ്, കോട്ടയം ടൗണിന് ഇപ്പുറം ചെന്നിട്ടാണ് നമ്മൾ മീൻ എടുക്കുന്നത്. ചവിട്ടുവേരി ജംഗ്ഷൻ കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് അക്വേറിയം ഷോപ്പ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ മീൻ എടുക്കുന്ന കടയാണത്. നമ്മുടെ സേവിൻസിലാക്ക് കാര്യങ്ങളെല്ലാം അവിടുന്ന് തന്നെയാണ്. കൂടുതലും മീനുകളും പക്ഷികളും എല്ലാം എടുത്തിരിക്കുന്നത് അവിടെ നിന്നാണ്. നമുക്ക് അവരുടെ വീഡിയോയിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്രയും കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. ഇതല്ല, ഈ ലെഫ്റ്റ് സൈഡിലേക്കും ഇതുപോലെ തന്നെ അക്വേറിയം ഇരിപ്പുണ്ട്. അതുപോലെ കിളികളാണെങ്കിലും എല്ലാ ഐറ്റവും ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും ചെറിയ റേറ്റിൽ. അതുപോലെ ഇത് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അരോണ ടാങ്കും ഒരു പ്ലാന്റഡ് ഫിഷ് ടാങ്കുമാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടി. ആ അരോണ ടാങ്ക് കാണാൻ ഭയങ്കര രസമാണ്. കാരണം 3 അരോണയാണ് അതിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പ് ഏതാണെന്നുള്ള ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവർ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കുള്ള മീനൊക്കെ പിടിച്ച് നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളങ്ങനെ മീനുമായിട്ട് തിരിച്ച് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴക്കോളുള്ളത് കൊണ്ട് ബാക്കിയുള്ള വിഷ്വൽസ് നമ്മൾ വീട്ടിൽ പോയിട്ട് കാണിക്കുന്നതായിരിക്കും. അതുപോലെ ഇക്കുറി നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന നിങ്ങൾക്ക് മുകളിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഒരു 10-25 മിനിറ്റോളം നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്ന മീനിനെ. കാരണം നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ തമ്മിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ മുക്കി വെക്കുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കൊണ്ടുവരുന്ന മീനിനത് പെട്ടെന്ന് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് മീൻ ഏതാണെന്നുള്ളതിന് നോക്കാം. പിടിക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു, വെള്ളം ഊറ്റിക്കളഞ്ഞുകൊണ്ടേ. അപ്പോൾ നമുക്കൊരു 5 ഇഞ്ച് പ്ലസ് സൈസ് ഉണ്ട് സാധനത്തിന്. വലിയ റേറ്റൊന്നും ആയിട്ടില്ല, നല്ല അഡ്ജസ്റ്റബിൾ റേറ്റ് തന്നെയാണ് നമുക്ക് അവരെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളവരെ ഇറക്കി വിട്ടിട്ടുണ്ട്. ആൾ സെറ്റാണ്. ഈ ഒരു ടാങ്കിൽ ഇപ്പം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. നമ്മളിതിനെ ഇനി ഈ ടാങ്കിലിട്ട് ഹാൻഡ് ഫീഡ് കൊടുത്ത് നമ്മളുമായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ. നമ്മൾ കൊണ്ടുവന്ന ടാങ്കിലിട്ട് ഒരു ദിവസമായി. അപ്പോൾ നമ്മളൊന്ന് ഫീഡ് ചെയ്ത് നോക്കുവാണ്. കുഴപ്പമില്ലാതെ ഫീഡൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളൊരു മത്തിയുടെ ചെറിയ പീസാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെയും അതുപോലെയുള്ള ബാക്കി നമ്മുടെ മീനുകളുടെയും പെറ്റ്സിൻ്റെയൊക്കെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.